നമസ്കാരം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസ പദ്ധതി ഇന്നിപ്പോൾ ചർച്ചയാവുകയാണ്. അടിയന്തര മന്ത്രിസഭായോഗം ആരംഭിച്ചു കഴിഞ്ഞു. ഈ പ്രദേശത്തുള്ളവർക്ക് വലിയ ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് കരട് ഗുണഭോക്തൃ പട്ടിക കൂടി പുറത്തു വന്നപ്പോൾ അതിൽ അടിമുടി പിഴവുകളാണ്. അതുകൊണ്ട് അവർക്ക് ആശങ്കയുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരും. ഒപ്പം തന്നെ മന്ത്രിസഭായോഗത്തിന്റെ ഏറ്റവും പുതിയ വിശദാംശങ്ങളും നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുന്നുണ്ട്. കൂടാതെ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിർണായക മത്സരം നടക്കാൻ പോവുകയാണ്. 7:30 മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെതിരെയാണ് മത്സരം. സ്റ്റാറെ പുറത്താക്കിയതിനു ശേഷമുള്ള മത്സരം. ആരാധകർ വലിയ പ്രതിഷേധത്തിലാണ്. മാനേജ്മെന്റിനെതിരായ പ്രതിഷേധം. ഈ രണ്ട് വിഷയങ്ങൾ ഇന്ന് നമ്മൾ വിശദമായി പരിശോധിക്കുകയാണ്. ന്യൂസ് ഈവനിംഗ് ആരംഭിക്കുന്നു. സ്വാഗതം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസ പദ്ധതി ചർച്ച ചെയ്യുന്നതിനുള്ള നിർണായക മന്ത്രിസഭായോഗം ഇപ്പോൾ നടക്കുന്നു. പദ്ധതിയുടെ കരട് മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും. നിറയെ പിശകുകളുള്ള പുനരധിവാസ കരട് പട്ടികയെ ചൊല്ലി വലിയ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മന്ത്രിസഭായോഗം. കൈത്താങ് നൽകേണ്ട സംവിധാനം ഗൗരവമില്ലാതെ പെരുമാറിയതിന്റെ നിരാശയാണ് ദുരന്തബാധിതരുടെ മുഖത്ത് നിലവിലുള്ളത്. ഞങ്ങളുടെ പ്രതിനിധികൾ വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ഉണ്ട്. കൂടാതെ തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്തും. ആദ്യം നമ്മൾ പോകുന്നത് സുർജിത്ത് അയ്യപ്പത്തിലേക്കാണ്. സുർജിത്ത്, ഇപ്പോൾ ഒരു അടിയന്തര മന്ത്രിസഭായോഗം ചേരുന്നുണ്ട്, അത് തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ തീരുമാനങ്ങൾ, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്? അതിനു മുൻപായി, ആ തീരുമാനങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിനു മുൻപായി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അടിമുടി പിഴവ് വന്നൊരു ഗുണഭോക്തൃ പട്ടിക, കരട് ഗുണഭോക്തൃ പട്ടിക, അതിന്മേലുള്ള ആശങ്ക. കൂടാതെ നിലവിൽ അവർ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. വാടകയ്ക്ക് കഴിയുമ്പോൾ പലർക്കും അതിൽ പൈസ കൃത്യമായി കിട്ടാത്ത പ്രശ്നങ്ങൾ. അങ്ങനെ ഇനി എന്ത് എന്നുള്ളതിൽ വലിയൊരു ചോദ്യം. അതിനൊക്കെയുള്ളൊരു ഉത്തരം ഏകദേശം ഇന്നിപ്പോൾ നമുക്ക് അല്പസമയത്തിനകം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അവിടെയുള്ളവരുടെ ആശങ്ക അതെത്ര വലുതാണ് ഈ 5 മാസം കഴിയുമ്പോഴും? സുർജിത്ത്. അനുജ, ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട 5 മാസത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഏറ്റവും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നത്. അതായത് പുനരധിവാസത്തിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് സ്ഥലമേറ്റെടുപ്പ് തന്നെയാണ്. ആ സ്ഥലമേറ്റെടുപ്പ് വയനാടിനെ സംബന്ധിച്ച് ഇത്രയും ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കാനുള്ള ഭൂമി എന്ന് പറയുന്നത് വലിയ കടമ്പ തന്നെയാണ് സർക്കാരിന്റെ മുന്നിൽ. അതിൽ 28ഓളം സ്ഥലങ്ങളാണ് പരിശോധന നടത്തിയത്. ഇവിടെ ജന്മം ഭൂമി കുറവാണ് എന്നുള്ളതാണ്. തോട്ടം മേഖലയായതിനാൽ തന്നെ അങ്ങനത്തെ ഭൂമിയാണ് ലഭിക്കുക. സ്വാഭാവികമായും ഈ ദുരന്തബാധിതരുമായി ചീഫ് സെക്രട്ടറി ആദ്യഘട്ടത്തിൽ സംസാരിച്ചിരുന്നതാണ്. അവർ മേപ്പാടിയും പരിസരത്തും ടൗൺഷിപ്പ് എന്നുള്ള ആശയമാണ് പങ്കുവച്ചത്. പല സ്ഥലങ്ങളും നോക്കിയതാണ്. മധ്യപ്രദേശ് സർക്കാരിന് കീഴിലുള്ള ബിനാച്ചി എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ നോക്കിയതാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ എൽസ്റ്റൺ എസ്റ്റേറ്റും അതോടൊപ്പം തന്നെ നെടുമ്പാലയിലെ എസ്റ്റേറ്റും, അതായത് ഹാരിസൺ മലയാളത്തിന് കീഴിലുള്ള നെടുമ്പാലയിലെ എസ്റ്റേറ്റും, ഇങ്ങനെ 2 എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കുക, അവിടെ ടൗൺഷിപ്പ് നിർമ്മിക്കുക എന്നുള്ള തരത്തിലേക്കുള്ള തീരുമാനത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ എത്തിയത്. ഇത് ദുരന്ത നിവാരണ നിയമം അനുസരിച്ചുള്ള അത്തരത്തിലുള്ള നടപടിയുമായി ബന്ധപ്പെട്ട് അത് ഭൂമി ഏറ്റെടുപ്പ് സാധ്യമാക്കുക എന്നുള്ള തരത്തിലേക്കാണ് സർക്കാർ മുന്നോട്ട് പോയത്. പക്ഷേ ഇത് വേണ്ടത്ര വിധത്തിലുള്ള ഒരു കൂടിയാലോചനകൾ ഈ എസ്റ്റേറ്റ് അധികൃതരുമായി ഉണ്ടായില്ലെന്നുള്ള ആക്ഷേപം പൊതുവെ ഉയർന്നിട്ടുണ്ട്. അതായത് ഒരു കൃത്യമായൊരു ചർച്ച നടന്നില്ല. ഏകപക്ഷീയമായി ഭൂമി ഏറ്റെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നുള്ള ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവർ കോടതിയിൽ പോയപ്പോൾ അത് നിയമവ്യവഹാരമായി തന്നെ അത് നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതായത് ഈ കോടതി വിധി അനുകൂലമായാൽ മാത്രമേ ഈ ഭൂമി ഏറ്റെടുപ്പ് സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് സർക്കാരിന്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ. അത് കോടതിക്ക് മുന്നിലായുള്ള കാര്യമാണ്. പിന്നെ അടുത്ത ഘട്ടം എന്ന് പറയുന്നതാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളത്. അതിൽ സർക്കാർ ചില തരത്തിലുള്ള ഉപാധികൾ വെച്ചിട്ടുണ്ട്. അതായത് ഈ ആൾനാശം സംഭവിച്ചവരും വീട് പൂർണ്ണമായും തകർന്നവരും പാടി ഉൾപ്പെടെയുള്ള അങ്ങനെ താമസിക്കുന്ന ആളുകളും അവർക്ക് ആദ്യ പരിഗണന നൽകുക എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു പട്ടിക, ഗുണഭോക്തൃ പട്ടിക ഉണ്ടാക്കാനുള്ള നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ 26-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് ഉത്തരവ് ഇറങ്ങിയത്. ആ ഉത്തരവ് ഇറങ്ങിയതിനു ശേഷം 10 ദിവസത്തിനകം ഈ പട്ടിക ഉണ്ടാക്കണം എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശമാണ് മാനന്തവാടി സബ് കളക്ടർക്ക് നൽകിയത്. പക്ഷേ ആ പട്ടിക ഗുരുതരമായ പിഴവുകളോടെ 20 ദിവസം കഴിഞ്ഞിട്ടാണ് പട്ടിക പുറത്തിറങ്ങുന്നത്. അതായത് ഇരട്ടിപ്പാണ്. ഒരു വാർഡിൽ, 11-ാം വാർഡിൽ തന്നെ 70ഓളം പേരുടെ ആകെ 192 കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള കുടുംബങ്ങളാണ് പട്ടികയിൽ ഉൾപ്പെട്ടത്. പക്ഷേ അതിൽ 70 പേർ ഇരട്ടിപ്പാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അത് കണ്ടെത്തിയത് ഈ ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികൾ തന്നെയാണ്. അവർ സൂക്ഷ്മമായ രീതിയിൽ പരിശോധന നടത്തി. അങ്ങനെയാണ് അങ്ങനെ ഒരു കണ്ടെത്തലുണ്ടായത്. അത് തന്നെ ആ ആദ്യ പട്ടികയിൽ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ടായി. അതിൽ തന്നെ കൈപ്പൊള്ളി സർക്കാരിനും ഉദ്യോഗസ്ഥർക്കും എന്നുള്ളതാണ്. ഇന്നലെ വലിയ ഒരു സമരം ദുരന്തബാധിതർ മേപ്പാടി പഞ്ചായത്തിലെത്തിയ LSGD ജോയിന്റ് ഡയറക്ടറെ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് കണ്ടത്. ആ സമരത്തെ പിന്തുണച്ചുകൊണ്ട് ഈ ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകൾക്കൊപ്പം ഈ പഞ്ചായത്ത് അധികൃതർ
അധികൃതരും ചേർന്നു. നേരത്തെ പഞ്ചായത്ത് അധികൃതർ ഒരു പട്ടിക തയ്യാറാക്കിയിരുന്നു. അത് സർവകക്ഷി യോഗം വിളിച്ച്, അതായത് പ്രാദേശിക സർവകക്ഷി യോഗം വിളിച്ച് എല്ലാവരുടെയും പിന്തുണയോടുകൂടി 502 പേരോട് അടങ്ങുന്ന ഒരു പട്ടികയാണ് തയ്യാറാക്കിയത്. ആ പട്ടികയിലാണ് പരിഗണിക്കപ്പെടേണ്ട ആളുകൾ ഉള്ളതെന്നുള്ള നിർദ്ദേശമാണ് ഈ പഞ്ചായത്ത് ഉൾപ്പെടെ നൽകിയത്. പക്ഷേ ഇവരുമായി കൂടിയാലോചനയോ അത്തരം കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ലെന്ന് പഞ്ചായത്തും ആരോപിക്കുന്നുണ്ട്. പഞ്ചായത്തിനെയോ പ്രാദേശിക നേതൃത്വത്തെയോ കണക്കിലെടുക്കാൻ വേണ്ടി ജില്ലാ ഭരണകൂടമോ മറ്റ് സംവിധാനങ്ങളോ തയ്യാറായിട്ടില്ല എന്നുള്ള ആക്ഷേപവും പരാതിയുമാണ് പൊതുവെ ഉയരുന്നത്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നു. ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. ഇത് എന്ന് സാധ്യമാകും എന്നതുൾപ്പെടെയുള്ള ആശങ്ക നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. മാത്രമല്ല, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിരവധി ഓഫറുകൾ വന്നിരുന്നു. 100 വീടുകൾ എന്നുള്ള നിരവധി ഓഫറുകൾ പല ഘട്ടങ്ങളിലായി വന്നിരുന്നതാണ്. അതായത് പല സംഘടനകൾ, കാത്തോലിക്ക സഭയും മുസ്ലിം ലീഗും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഉൾപ്പെടെ അങ്ങനെ DYFI അടക്കമുള്ള യുവജന സംഘടനകൾ, യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള യുവജന സംഘടനകൾ ഇവരെല്ലാം തന്നെ വീടുകൾ നിർമ്മിച്ച് നൽകാമെന്നുള്ള തരത്തിലുള്ള ഉപാധികൾ മുന്നോട്ട് വെച്ചിരുന്നു. ഒരുപാട് സ്വകാര്യ സംരംഭകരും ഇതിന് തയ്യാറായി വന്നു. പക്ഷേ ഈ വീടുകൾ ഓഫർ ചെയ്തവരുടെ യോഗം വിളിക്കാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ വളരെ ശക്തമായ രീതിയിൽ തന്നെ ഉയർന്നിരുന്നു. ഇത് കർണാടക സർക്കാർ സംസ്ഥാന സർക്കാരിന്, കേരളത്തിന് അയച്ച ഒരു കത്ത് പുറത്തു വന്നതോടുകൂടിയാണ് ഈ വിഷയം ഗൗരവമായ സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഉടൻ തന്നെ യോഗം വിളിക്കുമെന്നുള്ള പ്രഖ്യാപനം വന്നത് പിന്നീടാണ്. ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു അലംഭാവം തുടരുന്നു എന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏവരും ഉറ്റുനോക്കുന്നത് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഈ പൊടുന്നനെ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായ മന്ത്രിസഭാ യോഗത്തിലേക്കാണ്. ആ യോഗത്തിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകും. അതായത് ഇതുവരെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞിട്ടുള്ളത് ഈ 300 രൂപ ദൈനംദിന ധനസഹായം, അതോടൊപ്പം തന്നെ ഈ 1000 രൂപ ഈ നൽകൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് ഇവരുടെ ഉപജീവനത്തിന് ആവശ്യമായ തുക നൽകൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിൽ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ സംസ്ഥാന സർക്കാരിന് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെന്നുള്ള ആശ്വാസകരമാണ്. പക്ഷേ പല ഘട്ടങ്ങളിലും ഈ കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായം അടക്കം, പ്രത്യേക പാക്കേജ് അടക്കമുള്ള ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാർ ഉന്നയിച്ചതാണ്. പക്ഷേ അതിനോടൊന്നും ഒരു അനുഭാവപൂർവമായ നിലപാടില്ല. എങ്ങനെയാണ് ഇത് മാത്രമല്ല, എങ്ങനെയാണ് ഈ ദുരന്ത CMDRFിലെ തുക എങ്ങനെ വിനിയോഗിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് ആണ് ഇനി ചർച്ചകൾ വരേണ്ടത്. മാത്രമല്ല, വയനാട് അറിയുന്ന ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓഫീസർക്ക് ഇതുമായി ബന്ധപ്പെട്ട ചുമതല വേണം. മാത്രമല്ല, ഈ ഒരു വ്യക്തതയോടെയുള്ള ഇടപെടലിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇന്നിപ്പോൾ അടിയന്തരമായി ചേരുന്ന മന്ത്രിസഭാ യോഗം, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പരിഗണനയ്ക്ക് വരും? ശ്രീജിത്ത് വിശദാംശങ്ങളുമായുണ്ട്. ശ്രീജിത്ത്, ഓൺലൈനായാണ് ഈ അടിയന്തര യോഗം ചേരുന്നത്. പ്രധാനമായും വയനാടിന്റെ പുനരധിവാസ പദ്ധതി, അതിന്റെ ഒരു കരട് ഇന്നത്തെ യോഗത്തിൽ തയ്യാറാക്കുമോ? അനുജ, ജൂലൈ 30-നാണ് വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ഉരുൾപൊട്ടൽ വലിയ തോതിൽ നാശം വിതച്ചത്. ഇപ്പോൾ 5 മാസമായിട്ടും ഒരു സമഗ്രമായ പുനരധിവാസ പദ്ധതി ആവിഷ്കരിച്ചില്ല എന്ന വിമർശനം സർക്കാർ നേരിടുന്നതിനിടെയാണ് ഇന്ന് 3:30-ന് മന്ത്രിസഭാ യോഗം ആരംഭിച്ചിരിക്കുന്നത്. ഓൺലൈനായി ചേരുന്ന മന്ത്രിസഭാ യോഗം ഇപ്പോൾ 1 മണിക്കൂർ പിന്നിട്ടു. കരട് പുനരധിവാസ പദ്ധതി സർക്കാർ തയ്യാറാക്കിയ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വകുപ്പ്, മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വകുപ്പാണ് ഈ കരട് പുനരധിവാസ പദ്ധതി തയ്യാറാക്കുന്നത്. ആ തയ്യാറാക്കിയ പദ്ധതിയാണ് ഇപ്പോൾ മന്ത്രിസഭ ചർച്ച ചെയ്യുന്നത്. അതായത് നേരത്തെ സുജിത് അയ്യപ്പൻ സൂചിപ്പിച്ച പോലെ വയനാട്ടിലെ 2 പ്രധാനപ്പെട്ട എസ്റ്റേറ്റുകളാണ് പ്രതിവാസത്തിനായി ഏറ്റെടുത്തിരിക്കുന്നത്. നെടുമ്പോല എസ്റ്റേറ്റും ഒപ്പം തന്നെ എൽസ്റ്റൺ എസ്റ്റേറ്റും. എൽസ്റ്റൺ എസ്റ്റേറ്റ് കൽപ്പറ്റ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള എസ്റ്റേറ്റാണ്. ഈ 2 എസ്റ്റേറ്റുകളിൽ എത്ര ടൗൺഷിപ്പ് നിർമ്മിക്കേണ്ടത് എങ്ങനെയാണ്, ഈ ടൗൺഷിപ്പിൽ എത്ര വീടുകൾ ഉണ്ടാവണം, എത്ര സ്ഥലത്തായിരിക്കണം വീടുകളും മറ്റ് നിർമ്മാണങ്ങളും ഉണ്ടാകേണ്ടത്, മറ്റ് സ്ഥലങ്ങൾ എങ്ങനെ വിനിയോഗിക്കണം, ഒപ്പം തന്നെ നിർമ്മിക്കുന്ന വീടുകളുടെ വിസ്തീർണം എത്രയാക്കണം തുടങ്ങിയ വിശദാംശങ്ങളടങ്ങിയ ഒരു കരട് പദ്ധതിയാണ് ഇപ്പോൾ മന്ത്രിസഭ ചർച്ച ചെയ്യുന്നത്. ഈ പദ്ധതിയുടെ മേൽനോട്ടത്തിനായി ഒരു പ്രത്യേക സമിതി ഉണ്ടാകും. അതായത് മേപ്പാടിയിലെ നെടുമ്പോല എസ്റ്റേറ്റിലും ഒപ്പം തന്നെ കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നടക്കുന്ന ടൗൺഷിപ്പ് പദ്ധതിയുടെ പുനരധിവാസത്തിൽ അതിൻ്റെ മേൽനോട്ടത്തിനായി ഒരു പ്രത്യേക സമിതി ഉണ്ടാകും. ഈ ടൗൺഷിപ്പ് പദ്ധതിയുടെ രൂപരേഖ തയ്യാറായാൽ ഉടൻ തന്നെ മുഖ്യമന്ത്രി ഈ പദ്ധതിയുടെ നേരത്തെ ഈ കർണാടക സർക്കാർ അടക്കമുള്ള ആളുകൾ വീടുകൾ വെച്ച് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. DYFI അടക്കമുള്ള സംഘടനകൾ വീട് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. AYF അടക്കമുള്ള സംഘടനകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വാഗ്ദാനം ചെയ്ത എല്ലാവരുമായും മുഖ്യമന്ത്രി നേരിട്ട് സംസാരിക്കും. അവരുടെ വാഗ്ദാനം എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് ചർച്ച ചെയ്യും. അങ്ങനെ എല്ലാ വാഗ്ദാനങ്ങളും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമഗ്ര പദ്ധതി തയ്യാറാക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് മന്ത്രിസഭാ യോഗത്തിൽ ഇപ്പോൾ നടക്കുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ ഇതിൽ നമുക്കറിയാവുന്നതുപോലെ എസ്റ്റേറ്റ് ഉടമകൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അവർക്ക് ചില പരാതികൾ ഒക്കെ ഉണ്ട്, ആശങ്കകളുണ്ട്. അതിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് എന്ത് തീരുമാനം വരുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനം. ആ കോടതി ഉത്തരവ് വരുന്ന മുറയ്ക്ക് തന്നെ ഇപ്പോൾ ഈ തയ്യാറാക്കാൻ പോകുന്ന കാര്യങ്ങൾ അനുസരിച്ച് അടുത്ത പദ്ധതിയിലേക്ക്, പുനരധിവാസ പദ്ധതിയിലേക്ക് സർക്കാർ കടക്കും. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്?
അനുജ, ഈ എസ്റ്റേറ്റ് ഭൂമിയുമായി ബന്ധപ്പെട്ട നിയമപരമായ തടസ്സങ്ങളാണ് ഇപ്പോൾ ഈ പുനരധിവാസ പദ്ധതി ചർച്ച ചെയ്യുന്നതിനും അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിനും വൈകിച്ചത് എന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ ആവർത്തിച്ച് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ പൊതു ആവശ്യങ്ങൾക്കായി ഭൂമി ഏറ്റെടുക്കുമ്പോൾ 2013 ലാൻഡ് അക്വിസിഷൻ LRR ആക്ട് പ്രകാരമാണ് ഭൂമി ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് ഏതാണ്ട് 3 വർഷത്തെ നടപടിക്രമങ്ങൾ അക്കാര്യത്തിലുണ്ടാകും. ആ കാലതാമസം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം ഈ കൽപ്പറ്റയിലെ എസ്റ്റേറ്റും മേപ്പാടിയിലെ നെടുമ്പോല എസ്റ്റേറ്റും ഏറ്റെടുക്കാനുള്ള തീരുമാനം എടുത്തത്. എന്നാൽ ആ തീരുമാനത്തെ ചോദ്യം ചെയ്ത് കോടതിയിൽ ഈ എസ്റ്റേറ്റ് ഉടമകളും മറ്റും പോയതാണ് നിയമതടസ്സം ഉണ്ടാക്കിയത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയുടെ തീർപ്പ് വൈകാതെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് സമാന്തരമായി തന്നെ പുനരധിവാസ പദ്ധതിയുടെ കരട് ചർച്ച ചെയ്ത് അന്തിമമായി അംഗീകരിച്ച് മുന്നോട്ട് പോകാമെന്നാണ് സർക്കാർ കരുതുന്നത്. എന്തായാലും ഭൂമിയുടെ കാര്യത്തിൽ നിയമപരമായ തടസ്സം ഇപ്പോഴും ഒരു വെല്ലുവിളിയായി തന്നെ നിൽക്കുന്നു. എന്നാൽ അതിന് പരിഹാരം കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ചുള്ള ഭൂമി ഏറ്റെടുക്കലാകുമ്പോൾ മറ്റ് തടസ്സങ്ങളില്ലാതെ കാലതാമസമില്ലാതെ സർക്കാരിന് ഭൂമി സ്വന്തം നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് റവന്യൂ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ കരട് ഗുണഭോക്തൃ പട്ടിക, അതിനെക്കുറിച്ച് വലിയ പരാതികൾ, അടിമുടി പിഴവുകൾ, നമ്മളൊക്കെ പല കുറി അതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞതാണ്. അതും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയാകില്ലേ ശ്രീജിത്ത്? അനുജ, കരട് പുനരധിവാസ പദ്ധതിയിൽ വരുന്ന ഗുണഭോക്താക്കളുടെ കരട് പട്ടിക സംബന്ധിച്ചാണ് ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുള്ളത്. മന്ത്രിസഭ ചർച്ച ചെയ്യുന്നത് വയനാട് ഈ ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ഉണ്ടായ ദുരന്തത്തിൽ ഇരയായവരുടെ പുനരധിവാസമാണ് ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായും ഇപ്പോൾ ആദ്യ ഗുണഭോക്തൃ പട്ടികയുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതികൾ, ആക്ഷേപങ്ങളൊക്കെ തന്നെ ചർച്ചയാകും. അപ്പോൾ പുനരധിവാസ പദ്ധതിയും ആക്ഷേപരഹിതമായി എങ്ങനെ നടത്താം എന്നതിനെപ്പറ്റിയുള്ളൊരു സമഗ്രമായ ചർച്ച ഈ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഈ ഗുണഭോക്തൃ പട്ടികയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം ഇരട്ടിപ്പാണ്. മറ്റൊന്ന്, 70ഓളം അർഹരായ ആളുകൾ പട്ടികയ്ക്ക് പുറത്താണ്. 2 ഘട്ടമായി പുനരധിവാസ പദ്ധതിയുടെ ഗുണഭോക്തൃ പട്ടിക പ്രസിദ്ധീകരിക്കാം. അത് 2 ഘട്ടമായി നടപ്പിലാക്കുന്നതുകൊണ്ടാണ് ഇത്തരം ചില പിഴവുകൾ വന്നത് എന്നാണ് സർക്കാരിൻ്റെ വിശദീകരണം. എങ്കിൽ പോലും വളരെ വൈകാരികമായി അവിടുത്തെ ജനങ്ങൾ ഇതിനെ കാണുന്ന ഒരു വിഷയമായതുകൊണ്ടും സംസ്ഥാനമാകെ ശ്രദ്ധിക്കുന്ന വിഷയമായതുകൊണ്ടും ഇതിൽ പിഴവ് ഇല്ലാതെ കുറ്റമറ്റ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് താല്പര്യം സർക്കാരിനുണ്ട്. അത് അല്ലെങ്കിൽ സർക്കാരിന് തന്നെ വലിയ തിരിച്ചടിയായി മാറുമെന്നും അവർ കരുതുന്നുണ്ട്. അതുകൊണ്ടാണ് അടിയന്തരമായി ഈ വിഷയം മന്ത്രിസഭ പരിഗണിക്കുന്നത്. അനുജ സൂചിപ്പിച്ച വിഷയവും മന്ത്രിസഭയിൽ ചർച്ചാ വിഷയമാകാനാണ് എല്ലാ സാധ്യതകളും. ഞാൻ ഒരിക്കൽ കൂടി സുർജിത്ത് അയ്യപ്പത്തിലേക്ക് പോവുകയാണ്. സുർജിത്ത്, ഇപ്പോൾ ഈ അടിയന്തര മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ അതിൽ പിഴവുകൾ വന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യും. പുനരധിവാസ പദ്ധതി അത് എത്രയും പെട്ടെന്ന് അതിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് പ്രധാന അജണ്ടയും. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയുണ്ടോ ഇന്നാട്ടുകാർക്ക്? തീർച്ചയായും ഇന്നത്തെ യോഗവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്കാണ് ഏവരും കണ്ണുനട്ടിരിക്കുന്നത്. എന്താകും തീരുമാനം എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് എന്ത് തരത്തിലുള്ള നിലപാടാകും സംസ്ഥാന സർക്കാർ എടുക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഉപസമിതി വളരെ സജീവമായിരുന്നു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ആ ഘട്ടത്തിൽ ഉപസമിതി വളരെ സജീവമായിരുന്നു. മന്ത്രിമാരായ കെ രാജനും അതോടൊപ്പം തന്നെ മുഹമ്മദ് റിയാസും ശശീന്ദ്രനും OR കേളുവും ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇവിടെ വളരെ സജീവമായ രീതിയിൽ തന്നെ ഒരു ഇടപെടൽ നടത്തിയിരുന്നതാണ്. പക്ഷേ അതിനുശേഷം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഉപസമിതി ചുരമിറങ്ങിയ ശേഷം ഉപസമിതിയായി പിന്നീട് ഇങ്ങോട്ട് കയറിയിട്ടില്ല. ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്ന തരത്തിലേക്ക് ഒരു നിലപാടെടുത്തു. പക്ഷേ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അത് കാര്യക്ഷമമായ രീതിയിലല്ല ഇടപെടൽ എന്നുള്ള പൊതുവിലയിരുത്തൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് തന്നെയുണ്ട്. അവരെല്ലാം പങ്കുവെക്കുന്നത് ആ ഒരു ആശങ്കയാണ്. പക്ഷേ ഇതിനെ നിയന്ത്രിക്കാൻ ഇവരെ കൃത്യമായ രീതിയിൽ തന്നെ മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇടപെടൽ കൂടി ഇതിന് അനിവാര്യമായി വന്നിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു തരത്തിലൊരു മന്ത്രി തന്നെ ഇതിൻ്റെ ചുമതലയേറ്റ് ആ ഒരു ദൗത്യം പൂർത്തിയാക്കുന്ന വിധത്തിലേക്ക്, നടപ്പാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വേണമെന്നുള്ള ആവശ്യം പൊതുവെ ഉയരുന്നുമുണ്ട്. മാത്രമല്ല ഈ വയനാട് അറിയുന്ന ഏതെങ്കിലും ഒരു കൃത്യമായ രീതിയിൽ വയനാടിനെ കുറിച്ച് ധാരണയുള്ള, ഈ പ്രദേശത്തെക്കുറിച്ച് ധാരണയുള്ള ഒരു ഉദ്യോഗസ്ഥന് ഇതിൻ്റെ പൂർണ്ണ ചുമതല നൽകുന്ന തരത്തിലേക്ക് അത്തരത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തണമെന്നുള്ള ആവശ്യം കൂടി ഈ ആളുകൾ ഉയർത്തുന്നുണ്ട്. എന്തായാലും ഇന്ന് നടക്കുന്ന ആ യോഗം അതിലെന്ത് തീരുമാനമാണ് ഉണ്ടാവുക? ഈ നിരവധി ഉപാധികൾ ഈ ദുരന്തബാധിതർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ഉപാധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 2 ഫേസായി ഈ പുനരധിവാസം 2 ഘട്ടമായി നടത്തുമെന്നുള്ളതാണ് സർക്കാരിൻ്റെ പ്രഖ്യാപനം. പക്ഷേ അത് ഒറ്റ ഫേസായി നടത്തണം എന്നുള്ള ആവശ്യമാണ് ദുരന്തബാധിതർ നടക്കുന്നത്. കാരണം ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ചൂട് കുറയുമെന്നുള്ളതാണ്. അത് പല ഘട്ടങ്ങളിലും അവർ കാണിക്കുന്നു, പല വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഈ പുത്തുമലയിലെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിലാണ്. അത്രമേൽ മോശമായ അവസ്ഥയിൽ ജീവിക്കുന്ന അവസ്ഥയാണ് ഈ പുത്തുമല, പൂത്തക്കൊല്ലി ഭാഗത്തേക്കൊക്കെ പുനരധിവസിപ്പിച്ച ആളുകളുടെ ഒരു പൊതുസ്ഥിതി എന്ന് പറയുന്നത്. സന്നദ്ധ സംഘടനകളും ഒപ്പം തന്നെ സർക്കാരും ചേർന്ന് നിർമ്മിച്ചു നൽകിയ വീടുകളാണ്. ആ വീടുകളുടെ അവസ്ഥ അത്
അത് പല ഘട്ടങ്ങളിലും കരാറുകാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വലിയ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുന്നുമുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു പുനരധിവാസമാകരുത്. മാത്രമല്ല ഈ ഇന്ന് ഇവിടെ പോയപ്പോൾ പുത്തുമലയിൽ ഇനിയും ഈ ദുരന്ത മേഖലയിൽ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യർ ഇനിയുമുണ്ട്. ഭീഷണിയോടുകൂടി ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരുണ്ട്. അത് ദുരന്തബാധിത പ്രദേശമാണ്. അവിടെ വാസയോഗ്യമല്ല ആ പ്രദേശമെന്ന് നേരത്തെ പറഞ്ഞ 2019 ഈ ദുരന്തത്തിന് ശേഷം, പുത്തുമല ദുരന്തത്തിന് ശേഷം 17 പേരുടെ ജീവൻ അപഹരിച്ച ദുരന്തമാണ്. ആ ദുരന്തത്തിന് ശേഷം അവിടെ വാസയോഗ്യമല്ലാത്ത ഇടമെന്ന് വിധി എഴുതിയ, തീർപ്പ് കൽപ്പിച്ച വിദഗ്ധ സമിതി ചൂണ്ടിക്കാട്ടിയ ആ സ്ഥലത്ത് ഇപ്പോഴും ആളുകൾക്ക് കഴിയേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. ഇങ്ങനെ ഈ പുനരധിവാസത്തിന്റെ തിക്തഫലം എന്ന് തന്നെ പറയേണ്ടി വരും. അത് അനുഭവിക്കുന്ന ആളുകൾ പുത്തുമലയിലുണ്ട്. പുത്തുമലക്കാർക്ക് നേരെ നമ്മൾ അവരോട് ചോദ്യം ഉന്നയിക്കുമ്പോൾ അവർ പറയുന്നത് ഒരിക്കലും ചൂരൽമല മുണ്ടക്കൈക്കാർക്ക് ഈ ഒരു ഞങ്ങളുടെ അനുഭവം ഉണ്ടാകരുത് എന്നുള്ളതാണ് അവർ പങ്കുവെക്കുന്ന കാര്യം. എന്തായാലും രാജ്യത്തു തന്നെ ഏറ്റവും മാതൃകാപരമായ ഒരു ടൗൺഷിപ്പ് ആകും അത്. ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിധത്തിലുള്ള ലോകോത്തര വിധത്തിലുള്ള പുനരധിവാസ നടപടിയാകും സംസ്ഥാന സർക്കാർ പൂർത്തീകരിക്കുക എന്നുള്ളത് സർക്കാർ തന്നെ വ്യക്തമാക്കിയതാണ്. സ്വാഭാവികമായും അത് പ്രതീക്ഷയോടുകൂടി കാണുകയാണ്. അതിനു വേണ്ടി വരുന്ന ഇപ്പോൾ ഒരു 5 മാസമാകുന്ന ഘട്ടത്തിൽ പോലും ഇത്രയും ഒരു നടപടികൾക്ക് വേഗം പോരാ എന്നുള്ള പൊതുവേ ഉള്ള പരാതി ഉയരുന്നുണ്ട്. അത് ഉദ്യോഗസ്ഥല വീഴ്ചയെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണം. സർക്കാരിന്റെ ഭാഗത്തുള്ള വീഴ്ചയാണെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണം. അത്തരത്തിലുള്ള നടപടിയിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ് ഈ പ്രദേശവാസികൾ എല്ലാവരും. ആ ഒരു നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇവർ പങ്കുവെക്കുന്നത്. ഈ ഓഫർ ചെയ്ത വീടുകളടക്കം അതിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിൽ തീരുമാനം എടുക്കേണ്ടതുണ്ട്. അത്തരം തീരുമാനത്തിലേക്ക് ഏതെങ്കിലും ഒരു മന്ത്രി തന്നെ ചുമതല ഏൽക്കുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തുമോ എന്നുള്ളതാണ് ഇവരും ഉറ്റുനോക്കുന്നത്. അനുജ, അതെ, പുനരധിവാസത്തിന്റെ ലോകോത്തര മാതൃകയാകും ഉണ്ടാവുക എന്നുള്ളതാണ് സർക്കാർ നൽകുന്ന വാഗ്ദാനം. അതിലേക്കൊക്കെ കടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിലവിൽ മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ. അടിയന്തര മന്ത്രിസഭാ യോഗം പുരോഗമിക്കുന്നു. അതിന്റെ തീരുമാനങ്ങൾ എന്തോ എന്നത് നമുക്ക് അറിയാൻ കഴിയും അല്പസമയത്തിനകം. പരിശീലകൻ മിഖായൽ സ്റ്റാറെ പുറത്താക്കിയതിനു ശേഷമുള്ള ആദ്യ മത്സരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. രാത്രി 7:30 കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ആണ് എതിരാളികൾ. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ നടപടികൾക്കെതിരെ മത്സരത്തിനിടെ പ്രതിഷേധമറിയിക്കാൻ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട തീരുമാനിച്ചിട്ടുണ്ട്. അനിൽ വാസുദേവ് കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട് ന്യൂസ് ഈവനിങ്ങിൽ. അനിൽ, നമുക്കറിയാവുന്നതുപോലെ വലിയ മോശം ഒരു പ്രകടനത്തിന് ശേഷം ആണ് പരിശീലകനെ പുറത്താക്കിയത്. ഏതാണ്ട് 12 മത്സരങ്ങളിൽ 7ലും തോറ്റ് നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഈ കാണികളുടെ പ്രതിഷേധം ഉൾപ്പെടെ ഉണ്ടാകാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ മത്സരം ആ തരത്തിലേക്ക് കൂടി വാർത്തകളിൽ ഇടം നേടും എന്നാണോ? തീർച്ചയായിട്ടും. ഒരുപക്ഷെ കളത്തിലെ കളികളെക്കാൾ കൂടുതൽ കളത്തിന് പുറത്തുള്ള കളികൾക്കൊണ്ടായിരിക്കും ഇന്നൊരു പക്ഷേ ഈ മത്സരം ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ഏറ്റവും സങ്കടകരമായ കാര്യം എന്നുള്ളത് ഇന്ന് കാണികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ട് എന്നുള്ളതാണ്. നേരത്തെയൊക്കെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം റിപ്പോർട്ട് ചെയ്യാനെത്തുമ്പോൾ ഒരു 3 മണി സമയത്തൊക്കെ തന്നെ ധാരാളം കാണികളെ കാണുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒരു പ്രധാന ഗേറ്റിലെ കാഴ്ചയാണ് ഒഴിഞ്ഞു കിടക്കുന്ന അവസ്ഥ. ഒട്ടും തന്നെ ആളില്ല എന്നുള്ളതാണ് കാര്യം. 25,000-നും 30,000-നും ഇടയിലുള്ള കാണികളെയാണ് ഈ ജവഹർലാൽ നെഹ്റു ഈ കാണികളില്ലാത്തതും ഇതിന്റെ ഒരു പ്രതിഷേധമായി കണക്കാക്കണമോ അനിൽ വാസുദേവ്? കാരണം ഒച്ച വയ്ക്കാനും ഒക്കെ ഇനിയിപ്പോ വേറെ ആളെ നോക്കിക്കൊള്ളൂ എന്ന തരത്തിലേക്കൊക്കെ ചിലരുടെ മുന്നറിയിപ്പുകളൊക്കെ ഉള്ളതായി വായിച്ച് അറിഞ്ഞിരുന്നു. മാനേജ്മെന്റിനുള്ള മുന്നറിയിപ്പ്. തീർച്ചയായും അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. അതായത് കാണികൾ മത്സരത്തിൽ നിന്ന് അല്ലെങ്കിൽ മത്സരം കാണുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നും നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. കാരണം ഒട്ടും തന്നെ കാണികളെ കാണുന്നില്ല. മഞ്ഞപ്പട നേരിട്ട ഒരു പ്രതിഷേധം അറിയിച്ചിരുന്നു. ഒരു തരത്തിലും ഗാലറിയെ ഇളക്കി മറിക്കുന്ന തരത്തിലുള്ള ആഘോഷങ്ങൾ ഉണ്ടാവില്ല എന്നാണ് അവർ പറഞ്ഞത്. അതായത് ചാൻസോ ഡ്രംസോ അങ്ങനെയുള്ള ഒന്നും തന്നെ ഉണ്ടാവില്ല. കളി കാണും പോകും എന്നുള്ളത്. തൊണ്ടപട്ടി അലറാൻ വേറെ ആളെ നോക്കണം എന്ന തരത്തിലായിരുന്നു അവരുടെ പ്രതികരണം ഉണ്ടായിരുന്നത്. മറ്റ് കാണികളും അത് ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനി മത്സരം തുടങ്ങാൻ ഏതാണ്ട് ഒരു 3 മണിക്കൂർ കൂടി മാത്രമാണുള്ളത്. നേരത്തെയൊക്കെ ഉച്ചയ്ക്ക് പോലും ദൂരദേശങ്ങളിൽ നിന്ന് ആളുകളൊക്കെ തന്നെ നേരത്തെ വന്ന് ഇവിടെ തമ്പടിക്കുന്നതാണ്. പക്ഷേ 5 മണിയോട് അടുക്കുന്നു. എന്നാൽ ഇപ്പോഴും തീർത്തും കാണികളില്ലാത്ത ഒരു അവസ്ഥയാണ്. ഇന്നൊരു 10,000 പേരെങ്കിലും വന്നാൽ തന്നെ വലിയ കാര്യം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഒട്ടും തന്നെ കാണികളില്ലാത്ത ഒരു അവസ്ഥയാണ്. ചില ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് നേരത്തേക്ക് ഇവിടെ നിങ്ങൾ ആദ്യമായിട്ടാണോ കളി കാണാൻ വരുന്നത്? ഞങ്ങൾ ആദ്യമായിട്ട്. ഇപ്പോൾ നേരത്തേക്ക് ഒരു പക്ഷേ ഇവിടെയൊക്കെ വലിയ ധാരാളം ആരാധകരൊക്കെ കാണുന്നതാണ്. ഇന്ന് പക്ഷെ വളരെ ഫ്രീ ആയി. എങ്ങനെ ഫ്രീ ആകും? കളിക്കണം മര്യാദയ്ക്ക്. അതാണ് അവസ്ഥ. ഫ്രീ ആയെന്ന് പറഞ്ഞാല് കുറെ കളി പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊരു പ്രശ്നമുണ്ട് മഞ്ഞപ്പടക്ക്. പക്ഷെ ഇന്നത്തെ കളി നമ്മൾ ജയിക്കും. ബ്ലാസ്റ്റേഴ്സ് ജയിക്കും. കോച്ചിനെ പുറത്താക്കിയുള്ള ശേഷം ആദ്യ മത്സരമാണ്. മാറ്റിക്കൊണ്ട് ഒരു കാര്യമില്ല. പ്ലെയേഴ്സ് ഒന്ന് ആത്മാർത്ഥമായി ശ്രമിച്ചാൽ മതി.
അപ്പം തന്നെ ടീം ജയിക്കും. ഈ മാനേജ്മെന്റിനെയാണ് എല്ലാവരും കുറ്റം പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മാനേജ്മെന്റിന് തുടക്കം മാനേജ്മെന്റിന് പോരായ്മയുണ്ട്. അവർ നല്ല ടീം സെലക്ഷൻ നമ്മൾ നല്ല പ്ലേയേഴ്സിനെ നമ്മളെ ടീമിൽ ഉൾപ്പെടുത്താതെ വളരെ മോശമാണ്. നമ്മള് പിന്നെ ടീം സഹലടക്കമുള്ള പ്ലേയേഴ്സ് പോയതിന് ഒരു നല്ല റീപ്ലേസ്മെന്റ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതല്ല ഓലൊക്കെ പോയി. നല്ല പ്ലേയേഴ്സ് വന്നാലേ നല്ല കളി നടക്കുള്ളൂ. ഇത് പ്ലേ ഓഫ് സാധ്യത ഉണ്ടാവും. പ്ലേ ഓഫ് സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല. പക്ഷെ ഇന്നത്തെ കളി നമുക്കറിയാം പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ പറ്റുമോ എന്നുള്ളത്. ഇന്നത്തെ ഈ സീസണിലെ ഏറ്റവും വീക്ക് ടീമിനെതിരെയാണ് കളിക്കുന്നത് ഇന്ന്. അതുകൊണ്ടാണ് പറയുന്നത് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കും. ഇന്ന് ജയിച്ചിരിക്കും ബ്ലാസ്റ്റേഴ്സ്. ആണ് ഈ അനുജ കാര്യം. ഇന്ന് സീസണിലെ ഏറ്റവും മോശം ടീം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ടീമാണ് മുഹമ്മദൻ സ്പോർട്ടിംഗ് ഉള്ളത്. അപ്പോൾ അവരാണ് ഈ പോയിന്റ് ടേബിളിൽ ഏറ്റവും അവസാന സ്ഥാനത്തുള്ള. കേരള ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ 11ാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. ഇത് ആരാധകർ പോലും ഒരുപക്ഷെ പ്രതികരിക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥ എന്നുള്ളതാണ്. നേരത്തെയൊക്കെ തന്നെ വരുമ്പോൾ നമ്മളെ വന്ന് പൊതിഞ്ഞ് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിൽ ആരാധകർ വന്ന് നമ്മളെ പൊതിയും. ഇല്ലെങ്കിൽ അത്ര കണ്ട് ഇടിച്ച് തള്ളിക്കേറി വരുന്ന ആരാധകരെ കാണും. ഇന്ന് ഒരാൾ പോലും ഒരു ബൈറ്റിന് പോലും അടുത്ത് വരാത്ത ഒരു അവസ്ഥ, വല്ലാത്തൊരു അവസ്ഥയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉള്ളത്. ലോകത്തെ തന്നെയുള്ള ഏറ്റവും മികച്ച ആരാധക കൂട്ടായ്മകളിലൊന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ ഒരു കിരീടം നേടാനായിട്ടില്ല. പക്ഷേ ആരാധകർ നേടിക്കൊടുത്ത ഒരു കിരീടമുണ്ട്. അതായത് ഫിയാഗോ കപ്പിൽ ഓൺലൈൻ വോട്ടിങ്ങിലൂടെയൊക്കെ തന്നെ ആരാധകരാണ് ഒരു കിരീടം നേടിക്കൊടുത്തത്. എന്താ ഇന്നത്തെ അവസ്ഥ? ആരും തീർന്ന് കളി കാണാൻ ആളില്ലല്ലോ. വലിയ സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എന്ന് പറയുന്നത് അവരാണ് ഈ ടീമിന്റെ കരുത്ത്. പക്ഷെ ഇന്ന് ആരും തന്നെ ഇല്ലാത്തൊരു അവസ്ഥയാണ്. എന്താ ഇന്ന് ഒട്ടും തന്നെ ആളെ കാണുന്നില്ല? കാരണം തുടർച്ചയായ തോൽവി, പിന്നെ പിന്നെ കോച്ചിനെ പുറത്താക്കി. ഇന്ന് വിജയിക്കും, ആ ഒരു പ്രതീക്ഷ മാത്രമാണുള്ളത്. വിജയിക്കും, ഉറപ്പായി വിജയിക്കുന്നത്. പക്ഷെ തിരിച്ചുവരവ് കാണാൻ പറ്റുമോ? ഇന്ന് ജയിച്ചാൽ ഇനിയുള്ള മത്സരങ്ങളിലൊക്കെ തിരിച്ചുവരുണ്ടാവും. ഉറപ്പാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലേ. എന്താണ് കോച്ചിനെ പുറത്താക്കി അതുകൊണ്ട് കാര്യം നടന്നു? അതോ മാനേജ്മെന്റ് തന്നെയാണോ മാറേണ്ടത്? തന്നെയാണ് മാറേണ്ടത്. കോച്ചിന്റെ പ്രശ്നമല്ല, മാനേജ്മെന്റ് ആണ് വേണ്ടത്. ഇതുപോലെ പ്ലെയേഴ്സ് ഇല്ല, അത് സയൽ പോയി റീപ്ലേസ് പ്ലെയേഴ്സ് ഇല്ല. പിന്നെ അതുകൊണ്ട് കുറേ ഇതുണ്ടായി. മാനേജ്മെന്റ് കോച്ചിനെ പുറത്തേക്ക് ഒരു കാര്യമില്ല. മാനേജ്മെന്റ് ആണ് ആകെ ഇതാക്കിയത്. ആകെ ഡിഫൻഡറിൽ ആരുമില്ല. ലെസ്കോക്ക് പകരം ആരും വന്നില്ല. പിന്നെ മിഡ്ഫീൽഡിൽ ആരുമില്ല. പിന്നെ ലൂണയൊക്കെ ഔട്ട് ഓഫ് ഫോം ആയ ഒരു അവസ്ഥയാണ്. ലൂണൊക്കെ ഔട്ട് ഓഫ് ഫോമാ. പിന്നെ ലൂണ് പിന്നെ നന്നായി കളിക്കുന്നുണ്ട്. പിന്നെ ലൂണിന്റെ സൈഡിലുള്ളവരൊക്കെയാണ് കുറച്ച് മോശമായി കളിക്കുന്നത്. ലൂണ് കഴിയുന്നത്ര പരമാവധിയായി നമുക്ക് വേണ്ടി പെർഫോമൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇനിയിപ്പോ പുതിയ കോച്ച് വന്നാലോ ഒന്നും വലിയ കാര്യം ഉണ്ടെന്ന് തോന്നുന്നു. കോച്ച് വന്നാൽ അതിന് വേണ്ട പുതിയ കോച്ച് അനുസരിച്ച് പ്ലെയേഴ്സ് വേണം. പ്ലെയേഴ്സിലും കോച്ച് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് പ്രശ്നം. ഈ പറയുന്നതാണ് കാര്യം. കോച്ചിനല്ല പ്രശ്നം, മാറ്റേണ്ടത് മാനേജ്മെന്റ് ആണ്. നല്ല പ്ലേയേഴ്സ് ഇല്ല എന്നത് തന്നെയാണ് പ്രശ്നം. കാരണം സഹൽ അബ്ദുൾ സമദ് ആവട്ടെ, ജീക്സൺ സുങ് ആവട്ടെ, ഇന്ത്യൻ ഫുട്ബോളിന് കേരള ബ്ലാസ്റ്റേഴ്സ് സംഭാവന ചെയ്ത പ്ലേയേഴ്സ് ആണ്. ഇവരെ കിട്ടിയ കാശിന് വലിയ തുകയ്ക്ക് അങ്ങ് വിറ്റ് തുലച്ചു. പക്ഷേ പകരം നല്ല റീപ്ലേസ്മെന്റ് ഉണ്ടായില്ല. അത് തന്നെയാണ് ഈ സീസണിന്റെ തുടക്കത്തിൽ ബ്ലാസ്റ്റേഴ്സ് മഞ്ഞപ്പടയൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചത്. അതായത് ഒരു തുറന്ന കത്ത് എഴുതുകയുണ്ടായി, നല്ല പ്ലേയേഴ്സിനെ റിക്രൂട്ട് ചെയ്യണം, ഒപ്പം തന്നെ വിദേശ ഫോർവേഡുകൾ നല്ലത് വരണം. പ്രത്യേകിച്ച് ദിമിത്രിയോസിനെയൊക്കെ തന്നെ മാറ്റിയതിനു ശേഷം നല്ല ഫോർവേഡ് വന്നു. നല്ല ഫോർവേഡ് വന്നു. പ്രത്യേകിച്ച് ഹെസൂസിമിനെ പോലെ എല്ലാ മത്സരത്തിലും ഗോൾ അടിക്കുന്ന പ്ലെയർ ഉണ്ട്. പക്ഷെ വന്നത് സീസണിന്റെ തുടങ്ങിയ ആദ്യ മത്സരമൊക്കെ തന്നെ കഴിഞ്ഞ ശേഷമാണ് ടീമിനൊപ്പം ഹെസൂസ് ഒക്കെ തന്നെ ജോയിൻ ചെയ്തത്. അത് തന്നെ ടീമിന്റെ ഒരു കെട്ടുറപ്പിനെയൊക്കെ തന്നെ വലിയ രീതിയിൽ ബാധിച്ചു. ഗോൾ അടിക്കുന്നുണ്ട്, എന്നിരുന്നാൽ പോലും അതൊക്കെ തന്നെ പ്രകടമായിരുന്നു എന്നാണ് മിക്കായേൽ സ്റ്റാറെ പോലും പറഞ്ഞത്. അങ്ങനെ വലിയ പ്രതിസന്ധികളിലൂടെയാണ് ക്ലബ്ബ് കടന്നു പോകുന്നത്. കേരളത്തിന്റെ അഭിമാനമാണ്, അല്ലെങ്കിൽ കേരള ഫുട്ബോളിന് വലിയ അഭിമാനമാകുന്ന ഒരു ക്ലബ്ബ്, അവരുടെ ആരാധകരെ കൊണ്ട് അഭിമാനമാകുന്ന ഒരു ക്ലബ്ബ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും നാണം കെട്ട ഒരു അവസ്ഥയിലാണ്. 12 കളിയിൽ 7 തോറ്റ് 11 പോയിന്റുമായി 11ാം സ്ഥാനത്താണ്. ഈസ്റ്റ് ബംഗാൾ ഈ സീസണിന്റെ തുടക്കത്തിൽ വലിയ പ്രതിസന്ധി നേരിട്ടതാണ്. അവരടക്കം ജയിച്ച് മുന്നിലേക്ക് പോയിരിക്കുന്നു. ഇനിയൊരു 3 സ്ഥാനങ്ങൾ, ഒരുപക്ഷെ റെലഗേഷൻ ഒക്കെ തുടങ്ങുകയാണെങ്കിൽ ഇന്നത്തേത് ഒഴിഞ്ഞ ഗാലറികളെ സാക്ഷ്യം നിർത്തിയുള്ള കളിയായിരിക്കുമല്ലേ? അനുജ ഒന്നുകൂടി ചോദ്യം ആവർത്തിക്കാമോ? ഇന്നത്തെ കളി എന്ന് പറയുന്ന ഒഴിഞ്ഞ ഗാലറികളെ സാക്ഷ്യം നിർത്തിയുള്ള കളിയായിരിക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും ഒരുപക്ഷെ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ 25,000-നും 30,000-നും അധികം കാണികളെയാണ് ഈ സ്റ്റേഡിയത്തിൽ പ്രവേശിപ്പിക്കുക. അതായത് ഒരു നിറഞ്ഞ ഗാലറി, ഒരു മഞ്ഞക്കടലായിരിക്കും എപ്പോഴും ഈ ഗാലറിക്ക് ഉണ്ടാവില്ല. ഓരോ ഘട്ടത്തിലും ഇളകി മറിയുന്നു. അവരാണ് കളത്തിലുള്ള പ്ലേയേഴ്സിനൊക്കെ തന്നെ ഏറ്റവും ആവേശം കൊടുക്കുന്നത്. ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സിന്റെ കളിക്കാരും മാനേജ്മെന്റ് ഒക്കെ നിരാശപ്പെടുത്തുമ്പോഴും ആരാധകരെ കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ഒരു ടീമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് ഒരുപക്ഷെ ഒഴിഞ്ഞ ഗാലറിക്ക് മുന്നിൽ കളിക്കേണ്ടി വരും. ഇനി ആളുകൾ വന്നാൽ പോലും അവർ പ്രതികരിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കുറച്ച് പേരും കൂടി പ്രതികരണങ്ങളിലേക്ക് പോകുന്നു. ഇന്നിപ്പോ ആളും തീരെ ഇല്ലാത്തൊരവസ്ഥ. ആള് തീരെ കുറവാണ്. എന്നാലും നമ്മൾ ഈ ടീമിന് ഭയങ്കരമായി ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മൾ വരുന്നു.
ഈ കോച്ചിനെയൊക്കെ പുറത്താക്കി, എന്തായാലും ഇനി രക്ഷപ്പെടാം. കോച്ചിനെ പുറത്താക്കേണ്ട കാര്യമില്ലായിരുന്നു. നല്ല കോച്ചായിരുന്നു, കുഴപ്പമില്ലെന്ന് കളി ഗോൾ കീപ്പറൊക്കെയാണ് എൻ്റെ മോശം. ഗോൾ കീപ്പറും ഡിഫൻസ് കുഴപ്പം കൊണ്ടല്ല, അത് ശരിക്കും ഗോൾ കീപ്പറുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ്. അതുപോലെ ബാക്ക് സൈഡിന്റെ മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ് ഇത് കോച്ചിനെ ഒരിക്കലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ആരാധകർ വലിയ നിരാശരാണ്. അവർ പറയുന്നത് ഇന്ന് ആവേശമൊന്നും ഉണ്ടാവില്ല, ഇന്നത്തെ കളിയോടുകൂടി അതെല്ലാം മാറും, ഉറപ്പാണ്. അങ്ങനെ ചില പ്രതീക്ഷ പങ്കുവെക്കുന്ന ആളുകളുണ്ട്. നേരത്തെ നമ്മൾ സംസാരിച്ച ഒരു ചേട്ടനും ഇത് തന്നെയാണ് പറയുന്നത്. ഇന്നറിയാം ബ്ലാസ്റ്റേഴ്സിന്റെ വിധി. അതായത് ഈ സീസണിലെ ഏറ്റവും മോശം ടീമായിട്ടുള്ള മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെതിരെ അവർക്കെതിരെ പോലും ജയിക്കാനായില്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. ഒരുപക്ഷെ ജയിക്കുകയാണെങ്കിൽ അതായത് വിന്റർ ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞു വരുമ്പോഴുള്ള മത്സരങ്ങളിൽ നല്ല ട്രാൻസ്ഫറുകളൊക്കെ നടത്തി 1-2 നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവരാനായാൽ, കോച്ച് നല്ലൊരു കോച്ചിനെ കൂടി കിട്ടിയാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അനുജ് ചോദിച്ചതുപോലെ തന്നെ ഗാലറി എന്തായാലും ഇന്ന് ശുഷ്കമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതാണ് ഇപ്പോൾ കാണുന്നത്. നേരത്തെ തിങ്ങി നിറയാറുള്ള ഈ ഗ്രൗണ്ടിന്റെ പരിസരത്തൊക്കെ തന്നെ വിരലിലെണ്ണാവുന്ന തരത്തിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങി. ഒരു 10,000 പേരെങ്കിലും സ്റ്റേഡിയത്തിലേക്ക് വന്നാൽ അത്രയും വലിയ കാര്യം. അവർ വന്ന് അവരെങ്കിലും പിന്തുണ കൊടുക്കട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. കാരണം മഞ്ഞപ്പട പറയുന്നത് ഒരു തരത്തിലുള്ള ചാൻസ്, അതായത് ഒരു തരത്തിലുള്ള ക്ലബിന് വേണ്ടിയുള്ള പുരുഷോത്തമൻ താത്കാലിക കോച്ചായി സ്ഥാനമേറ്റതിന് ശേഷമുള്ള ആദ്യ മത്സരമാണ്. പക്ഷേ അദ്ദേഹം എന്തെങ്കിലും ഇതിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്നും ഇന്നത് അത്ര പ്രസക്തമല്ല. മുഹമ്മദ് സ്പോർട്ടിംഗ് എന്നുള്ള ടീം അത് വളരെ മോശം ഒരു ടീം എന്ന പേര് നേടിയതാണ്. ആ ടീമിനോടുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ ശോചനീയമായൊരു അവസ്ഥ എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ. ഏതായാലും 7:30 മത്സരം. പക്ഷെ കാണികൾ അങ്ങോട്ടേക്ക് എത്തുന്നില്ല. സാധാരണ നമ്മൾ കാണുന്ന ഒരു മഞ്ഞക്കടൽ അത് വളരെ ശുഷ്കമായൊരു ഗാലറിയെ സാക്ഷ്യം നിർത്തിക്കൊണ്ടുള്ള ഒരു കളിയായിരിക്കും, ഒരു മാച്ചായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത് എന്നതാണ് അവിടെ നിന്ന് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവ് നൽകിയ വിവരം. ന്യൂസ് ഈവനിംഗ് അവസാനിക്കുന്നു.